നമസ്കാരം. വില്ലേജ് ഇൻവെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകണം. ഒരു ഇൻവെസ്റ്റർ ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ഷെയർ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ സ്റ്റോക്ക് പ്രിഫർ ചെയ്യുമ്പോൾ, ഒരു ഷെയർ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ, ആ ബിസിനസ് നമ്മളത് വാങ്ങുന്നത്, ഒരു ഷെയർ വാങ്ങുന്നതോടൊപ്പം നമ്മൾ അതിൽ ഒരു പാർട്ട്ണറാവും, ഒരു ബിസിനസ് പാർട്ട്ണറാവും. അപ്പോൾ നമ്മളപ്പോൾ ആ നല്ല ബിസിനസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ നന്നായി ആലോചിച്ചിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇൻവെസ്റ്റ് ചെയ്ത പിന്നെ നമ്മളത് തിരിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ബിസിനസ് വാങ്ങുകയാണ്, ആ ബിസിനസ് ഒരു പാർട്ട്ണറാകണമെന്ന് തിരിച്ചറിവോടുകൂടെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാത്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഫേക്ക് ആയിട്ടുള്ള ഒരുപാട്, നമ്മുടെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ തന്നെ, നമ്മളെ ഷെയർ മാർക്കറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പല സോഴ്സിൽ നിന്നും അറിയാത്ത മെസ്സേജുകൾ, ഇന്ന ഷെയർ ഇന്ന കമ്പനി ABCD എന്നൊരു കമ്പനി ബൈയിങ് റെക്കമെൻഡേഷനായിട്ട് വരും. ആ 10 രൂപയുള്ള ഷെയറാണ്, 3 മാസത്തിനുള്ളിൽ അത് 30 രൂപയാകും, നിങ്ങൾക്ക് 200% റിട്ടേൺ കിട്ടും, 300% റിട്ടേൺ കിട്ടും പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വരും. ഏതാ കമ്പനി എന്താണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ എന്താണ് ഒന്നും അറിയാതെ ഈ മെസ്സേജ് വരുമ്പോൾ ഷാഡിങ് കണ്ട് അവർ പറയണു 10 രൂപയുടെ ഷെയർ 30 രൂപയാവുമല്ലോ എന്ന ചിന്താഗതിയിൽ ഓടിപ്പോയിട്ടൊന്ന് വാങ്ങരുത്. അറിയാത്ത കമ്പനി ആയിരിക്കും, അതിലെന്താ ബിസിനസ്സും അറിയാതെ അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 10 പോയിട്ട് 5 or 4 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അറിയാത്ത സോഴ്സിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ടിപ്സോ റെക്കമെൻഡേഷനോ പറഞ്ഞിട്ട് വരുന്ന മെസ്സേജുകൾ അവോയ്ഡ് ചെയ്യുക. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. മറ്റൊന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ സ്റ്റോക്കുകൾ, അഥവാ നമ്മൾ ഈ 10 രൂപ വിലയുടെ ഷെയറുകൾ, 100 രൂപ ഷെയറുകൾ, ചിലപ്പോൾ ചില നല്ല കമ്പനികളുടെ ഷെയറുകൾ 1000, 500, 2000, 3000 ഒക്കെ ആയിരിക്കും. പക്ഷേ പെന്നി സ്റ്റോക്കായ ചെറിയ കമ്പനികളുടെ ഷെയറുകൾ 10 രൂപയ്ക്ക് 5 രൂപയ്ക്കൊക്കെ കിട്ടും. നമ്മൾക്ക് നമ്പർ ഓഫ് ഷെയർ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പെന്നി സ്റ്റോക്കിൽ ഒരു ബേസും ഇല്ലാത്ത സ്റ്റോക്കിൽ പോയി കൂടുതൽ ഷെയർ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ 10 രൂപ ഷെയർ ആണെങ്കിൽ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ഷെയർ കിട്ടും. പക്ഷേ അതേ സമയത്തിൽ 1000 രൂപയുടെ ഷെയർ ആകുമ്പോൾ നമുക്ക് 1 ഷെയർ കിട്ടുള്ളൂ. പക്ഷേ 1 ഷെയർ ആണെങ്കിലും ആ ഫണ്ടമെൻ്റൽ നല്ല കമ്പനി ആണെങ്കിൽ ആ 1 ഷെയർ മതി. അതേസമയം 10 രൂപയ്ക്ക് 100 ഷെയർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 രൂപയ്ക്ക് 100 ഷെയർ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഫ്യൂച്ചറോ ആ കമ്പനിയെക്കുറിച്ചൊന്നും അറിയാത്ത കമ്പനിയിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ഷെയർ കിട്ടുന്ന പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നഷ്ടം വരാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ റേറ്റ് നോക്കിയിട്ട് ഒരിക്കലും കമ്പനികളുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കമ്പനിയുടെ ഫണ്ടമെൻ്റലായിട്ട് കമ്പനി നല്ലതാണ്, സ്ട്രോങ് കമ്പനിയാണെങ്കിൽ മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്പർ ഓഫ് ഷെയർ കൂടുതൽ കിട്ടും പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊന്നായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി, ആ കമ്പനിയെക്കുറിച്ച് നമ്മൾ അറിയുന്ന ബിസിനസ് ആയിരിക്കും. ഒരു അറിയാത്തൊരു ബിസിനസ് കമ്പനി ചെയ്യും. എന്തെങ്കിലും പറയുമ്പോൾ, ഇപ്പോൾ ഒരു FMCG കമ്പനിയാണ്, ഇപ്പോൾ കോൾഗേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ITC ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിയുന്ന ബിസിനസ്, ഇപ്പോൾ നമുക്ക് ITC ആകുമ്പോൾ സിഗരറ്റ് ബിസിനസ്സാണ്, അവർ ഹോട്ടലുണ്ട്, സിഗരറ്റ് ബിസിനസ് ഉണ്ട്. അതുകൂടാതെ അവർക്ക് ഫുഡിൻ്റെ ബിങ്കോസ് പോലുള്ള ഫുഡ്, സൺഫീസ്റ്റ്, ഇതെല്ലാം അവരുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും, ആ കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ വേണ്ടി പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നത്. അപ്പോൾ കമ്പനി ഉള്ളത് നമുക്കറിയേണ്ടത് അറിഞ്ഞ ബിസിനസ്സാണ്. അതേസമയം ടെക്നോളജി ബേസ് ചെയ്ത കമ്പനികൾ, ചില കമ്പനിയുടെ ബിസിനസ് എന്താണെന്നോ കൺസൾട്ടൻസി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമുക്ക് അറിയുന്ന ബേസ് ചെയ്ത്, നമുക്ക് അറിയുന്ന കമ്പനിയിൽ നമുക്ക് അതിന് അറിവുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഏറ്റവും നല്ലത്. അറിയാത്ത കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഏറ്റവും റിസ്ക്കാണ്. അതിൽ ഫ്യൂച്ചർ ഗ്രോത്തോ അതിൻ്റെ കാര്യങ്ങളോ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ, ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്തുള്ള കമ്പനിയാണോ, അല്ലെ ഈ കാലഘട്ടത്തിനോട് തന്നെ ഈ കാലത്ത് മാത്രം ഡിമാൻഡ് ഉള്ളതാണ്, ഇനി ഭാവിയിലേക്ക് അത് ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. ഉദാഹരണം പറയുന്നത് നമ്മൾ പറയണമെങ്കിൽ, ആദ്യകാലത്ത് ക്യാമറ ഉണ്ടായിരുന്നു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫോട്ടോ ക്യാമറ
കാലഘട്ടത്തിൽ മാറ്റുന്നതനുസരിച്ച് കമ്പനിയിൽ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ കമ്പനിയിൽ ഫ്യൂച്ചർ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മാറ്റത്തിനനുസരിച്ച് ചേഞ്ചിനനുസരിച്ച് കമ്പനികളുടെ പ്രൊഡക്റ്റിലും ചേഞ്ചസ് വന്നുകൊണ്ടായാൽ മാത്രമേ ആ കമ്പനികൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഓക്കെ, ക്യാമറ എടുത്തപ്പോൾ നമ്മൾ ക്യാമറ കാലത്ത് ബേസ് ചെയ്ത കമ്പനികളുണ്ടായിരുന്നു. അതിനുശേഷം ആ കാലത്തിനനുസരിച്ച് മൊബൈലും മറ്റുള്ളത് വരുന്നതനുസരിച്ച് മാറ്റത്തിനനുസരിച്ച് അവരും മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതേ പഴയ ക്യാമറ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല. അതുമാതിരി തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എടുക്കോം ആൻഡ് എവറോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമയത്ത് LCD പ്രോജക്റ്റ് വെച്ചിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റായിട്ടുള്ള വളരെ നല്ല കമ്പനി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അതിപ്പോൾ ഇപ്പോൾ അതില്ലവേ ഇല്ല. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ഡിജിറ്റലായി ഓൺലൈൻ ക്ലാസ്സുകളായി ആരും പ്രൊജക്ടർ വെച്ചിട്ട് ക്ലാസ് എടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും അത് ചെയ്യാണ്ടായി. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാണ്ട് ഇപ്പോൾ ആ കമ്പനികൾ എന്ന്. അതേ സമയത്ത് കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്നിട്ട് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏറ്റവും നല്ലത്. ഇപ്പോൾ റിലയൻസ് എടുക്കണേ, റിലയൻസ് ഓയിൽ സെക്ടറാണ് അവരുടെ മെയിനായിട്ടുള്ള ബിസിനസ്. അവർക്കത് വ്യക്തമായിട്ട് അറിയാം ഫ്യൂച്ചറിൽ ഓയിൽ എന്തായാലും ഡിമാൻഡ് കുറയും, അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറയും, എന്തായാലും ബിസിനസ് ഡൗണായി വരുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ ബിസിനസ്സിലേക്ക് കടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം റിലയൻസിൻ്റെ ഓയിൽ സെക്ടറിലെ ബിസിനസ്സാണ് അവർ മേജർ ആണെങ്കിലും അവർ ഇപ്പോൾ ജിയോ വന്നു, അവർ ആ ഒരു ബേസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഓൺലൈൻ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സിലേക്ക് അവർ കടന്നു. പുതിയ ടെക്നോളജി ബേസ് ചെയ്തിട്ടും മറ്റുള്ളതൊക്കെ ഇപ്പോൾ മീഡിയ ആയിക്കോട്ടെ, മീഡിയ സെക്ടറിലും എല്ലാവരും കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്ന് അതിനനുസരിച്ച് ബിസിനസ്സിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ പഴയ ബിസിനസ് തന്നെ പിടിച്ച് അതിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനി എപ്പോഴും ലാഭത്തിലാണോ നഷ്ടത്തിലാണോ അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അല്ലെങ്കിൽ ലാഭമുള്ള കമ്പനിയാണോ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നഷ്ടമാണെങ്കിലും നഷ്ടം കുറച്ച് വരുന്ന കമ്പനിയാണോ എന്ന് ശ്രദ്ധിക്കണം. സെയിൽസ് ഗ്രോത്ത് ഉള്ളതാണോ, ലോസ് കുറച്ച് വരുന്ന കമ്പനിയാണോ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. എപ്പോഴും ലോസ് വന്നുകൊണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോസ് കൂടി അതങ്ങനെ താഴെ പോയി ബിസിനസ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ലോസ് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ലോസ് ആണെങ്കിൽ പോലും കുറഞ്ഞു വരുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമേ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.